ഈശോ ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നെന്ന് പറയത്തില്ലേ? ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ കണ്ണുനീര് പിതാവിൻ്റെ കണ്ണുനീരാണ്. യോഹന്നാൻ 14:9. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? സങ്കടമാ. ഇത് ഫിലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത 10,000 മനുഷ്യരെ മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിനുണ്ടാകുന്ന ചങ്കിൻ്റെ വേദനയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പോസ് അല്ല. കർത്താവിനെ അറിയാത്ത, ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞു പോകുമ്പോൾ, കാലയവനികൾ തിരിഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ്. അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനുള്ള കാലമാണ് നോൻപ് കാലം. ആ കാലത്തിനെല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ കാരണം 3:16 എന്താണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പിതാവിൻ്റെ കണ്ണുനീരാണ്. അവസാന ഞായറാഴ്ച ജെറുസലേമിലെ 10,000 മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുനീർ വീഴുന്നത് പിതാവാണ്. ഇതിന് പാട്രി പസിയോണിസം എന്ന് പറയും. പിതാവ് യേശുവിലൂടെ കരയുന്നു. അതാണ് നിന്റെ ഭവനം. പിന്നെയാണത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ്. എന്താണ്? ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യവുമായിരിക്കുന്നു. ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യമായിരിക്കുന്നു. എന്താണ് കാരണം? എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന്.